റെഡി റെഡി കിടക്കുകയുണ്ട്. വിരിക്കട്ടെ വിരിക്കട്ടെ. ഞാൻ എപ്പോഴും വീഡിയോ എല്ലാം എടുക്കുമ്പോൾ വിചാരിക്കും സംസാരിക്കുമ്പോഴെല്ലാം ബെഡിലിരുന്ന് സംസാരിക്കണം, റൂമെല്ലാം ഒന്ന് ക്ലീൻ ചെയ്യും എൻ്റെ സമയത്ത്. വീഡിയോ എടുക്കുമ്പോൾ ക്ലീൻ ചെയ്തിട്ടുണ്ടാവില്ല, ക്ലീൻ ചെയ്യുമ്പോൾ വീഡിയോ എടുത്തിട്ടുണ്ടാവില്ല, അങ്ങനെ അങ്ങനെ പലതുമായിട്ട് പോകും. ചില മനുഷ്യന്മാരുണ്ട് ഇവിടെ ക്ലീൻ ചെയ്താണ്ട് ഇവിടെ കടന്നാണ്ട് ഇരുന്നാണ്ട് വീഡിയോ എടുത്താണ്ട് ഒന്നും ഇങ്ങനെയുള്ളവർക്ക് ഒരു പ്രശ്നമല്ല. ആ ലാസ്റ്റ് വേണമെങ്കിൽ 10:30-ൻ്റെയോ 11 മണീൻ്റെ ന്യൂസ് വരെ കേട്ടിട്ട് അപ്പോൾ വരുമ്പോഴേക്ക് ഇതാ നമ്മളിങ്ങനെ ഇതാ ഇങ്ങനെ നല്ല അടിപൊളിയായിട്ട് വിരിച്ച കിടന്നുറങ്ങും. ഇതിങ്ങനെ ആൾക്കാർ താങ്ങാനില്ലതുകൊണ്ടാണ്. എന്നാണ് പിന്നെ ചുമര് ചാരാനുണ്ടെങ്കിൽ ക്ഷീണാവൂലു എന്ന് കേട്ടിട്ടുണ്ട്. അതേപോലെ നമ്മൾ എന്തെങ്കിലും ഇപ്പം ചായ കുടിക്കണമെങ്കിൽ ഇതാ ചായ, മുടി വാരണമെങ്കിൽ ഇതാ ചേർപ്പ്, ഇങ്ങനെ എതിരേറ്റ് നമുക്കൊരു നായീൻ്റെ വിലയില്ലാണ്ടായി. നമ്മ ഇങ്ങനെ ചെയ്തോണ്ടിരിക്കും. ശരിക്കും ഞാൻ പറയുന്ന ഒരു പണിമുടക്കെല്ലാം വേണമെന്നാണ്. പണിമുടക്കണം, എന്നാലേ ഇങ്ങനത്തെ ഒരു പഠിക്കൂ. ഞാനിപ്പോൾ വിചാരിക്കും വീഡിയോ എല്ലാം എടുക്കുമ്പോൾ എൻ്റെ ഈ ബെഡെല്ലാം ഇങ്ങനെ നാട്ടുകാർ കാണുന്നില്ലേ, ഈ വിരിക്കാത്തതെല്ലാം ഇങ്ങനെ കാണൂലേ എന്നെല്ലാം ഞാൻ വിചാരിക്കും. പക്ഷെ അത് നമ്മൾ വിചാരിച്ചിട്ട് പിന്നെ ടെൻഷൻ അടിച്ചിട്ട് ഒരു കാര്യമില്ല. സഹായിക്കാൻ ആൾ വേണ്ടേ? ഇയാളെ കൊണ്ടൊന്നും ഒരു ഉപകാരവും ഇല്ല. ഈ പണ്ടേ ഇല്ല, ഇപ്പവും ഇല്ല. അതിലും ഭേദം പിള്ളറാണ്. ശല്യം മുഴുവൻ കിളവന്മാരെ കൊണ്ടാണ്. പിന്നെ നമ്മൾ പ്രായമാവും തോറും നമ്മളെ മനസ്സിലാക്കുമല്ലേ വേണ്ട, അതില്ല. വിരിക്കാനോ അതിനൊന്നായാലും ഒരു കാര്യത്തിന് ഒന്നിനുമില്ല. നമ്മളിങ്ങനെ വീണ ചത്തോളം. പിന്നെ എനിക്ക് ഇപ്പുറത്തും ഒരു തലാണിയുണ്ട്, ഇപ്പുറത്തും ഒരു തലാണിയുണ്ട്. എനിക്ക് വേറൊരു കാര്യമുണ്ട്, കിടക്കുമ്പോൾ ഒരു സുഖിച്ച് കിടക്കണം. വേറെ നമ്മളെല്ലാം റഫായിട്ട് മാനേജ് ചെയ്യും. പക്ഷെ എനിക്ക് ഉറങ്ങുന്നത് കുറച്ചൊരു കംഫർട്ടായിട്ട്, ആരും മുട്ടാണ്ട് ഇങ്ങനെ നല്ല ഫ്രീ ആയിട്ട് ഉറങ്ങണം. പിന്നെ മഴ പെയ്ത എനിക്ക് ബ്ലാങ്കറ്റ് നിർബന്ധമാണ്. അങ്ങനെയല്ലാണ് എൻ്റെ മൈനൈറ്റ് എന്ന് പറയാം അല്ലേ. അത് എൻ്റെ രാത്രി ഇങ്ങനെയാണ്. എൻ്റെ രാത്രി എന്ന് പറഞ്ഞാൽ എനിക്ക് സ്പെഷ്യൽ തന്നെയാണ്. എന്നറിയാം, എനിക്ക് എന്തായാലും ഒരു മാർച്ച് ഏപ്രിൽ വരെ സഹിക്കും. അതിന് മുന്നേ വരെ ഞാൻ പുതക്കും. പിന്നെ കിടക്കുമ്പോൾ ആരും എന്നെ മുട്ടിക്കൂടാ. പിന്നെ എല്ലാം അഴിച്ചു വെക്കും. പൊട്ട്, കമ്മല്, വള, മാല എല്ലാം അഴിച്ചു വെക്കും. പിന്നെ നമ്മൾ നൈറ്റി എന്ന് ഉദ്ദേശിക്കുന്നതാണ് രാത്രി ഒന്ന് ഫ്രീ ആയിട്ട് അങ്ങനെ ഒരു ലൂസ് നൈറ്റി. പിന്നെ പ്രധാനമായിട്ട് ഉറങ്ങിക്കഴിഞ്ഞ ഒരാൾ വിളിക്കാൻ പാടില്ല. പിന്നെ ഞാൻ രാവിലെ വരെ, നമ്മളെ നാട്ടിൽ പറയും ഇങ്ങനെ മുഖത്തെഴുതാൻ കിടക്കുന്നതെന്ന്, അതുപോലെ കിടക്കില്ല. ഒറ്റപ്പൊടി ഉറക്കം വരില്ല. മുദ്രയിക്കാൻ പോയി അവശ്യാവും. എനിക്ക് ഉറക്കത്തിലൊന്നും പറ്റൂല. എനിക്കിങ്ങനെ പല്ലിപ്പാട്ട് അങ്ങനത്തേനൊന്നും പേടിയൊന്നുമില്ലേ, അതെല്ലാം പേരിലെല്ലാം പോയിക്കോട്ടെ. പക്ഷെ എനിക്കിങ്ങനെ മനുഷ്യന്മാർ ദ്രോഹിക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇങ്ങനെ കോളെല്ലാം രാത്രി ചില ആൾ ശല്യം ചെയ്ത് ചെയ്യാനല്ല, ഞാൻ മിക്കവാറും സൈലൻ്റ് ആക്കി വെക്കും. പക്ഷെ നമുക്ക് ഇത് വേണമല്ലോ, രാവിലെ എണീക്കാൻ അലാറം. അപ്പം എൻ്റെ ഫോൺ എപ്പോഴും സൈലൻ്റ് ആക്കി വെക്കും. അതിൽ ചില ആൾ ഈ ഔട്ട് ഓഫ് കൺട്രിയിൽ ടൈം വ്യത്യാസമുണ്ട്. നമ്മൾ നല്ല ഉറക്കെല്ലാം പിടിച്ചൊരു 12 മണിയാവുണ്ടാവും അതിൽ കോള് വരുന്നു. അത് രാത്രി 1 മണിക്ക് വീഡിയോ കോള്. അപ്പം നമുക്ക് ഭ്രാന്ത് വരുമോ ഇല്ലയോ? അപ്പം അങ്ങനെയുള്ള പ്രശ്നം കൊണ്ട് ഞാൻ എല്ലാം ഇതാക്കി വളരെ സമാധാനപരമായിട്ട് കുറച്ച് ലേറ്റ് ആയാലും വേണ്ടിയില്ല എനിക്ക് കിടക്കണം എന്ന് നിർബന്ധമാണ്. അതെനിക്ക് യാത്ര പോയാലും ട്രെയിനിലായാലും ബന്ധുവിട്ട് പോയാലും എനിക്ക് ഏടെ പോയാലും എനിക്ക് എൻ്റെ സമയമാകുമ്പോൾ കിടക്കണം. അത് രാത്രി ഉച്ച എന്നാൽ കിടക്കണം തോന്നി എനിക്ക് കിടക്കണം. എനിക്ക് ഭക്ഷണത്തിനെക്കാട്ടും പ്രശ്നം എൻ്റെ റെസ്റ്റാണ്. എനിക്ക് കിടക്കണം, അതൊരു അത്യാവശ്യം. അതെനിക്ക് ഇങ്ങോട്ട് തിരിഞ്ഞിട്ടും എനിക്കുണ്ടല്ലോ 2 ഭാഗം തിരിഞ്ഞിട്ടും ഇങ്ങനെ കിടക്കാൻ പറ്റും. അല്ല ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ.
അങ്ങനെ കിടക്കലില്ല. ഞാൻ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ തലാണൻ്റെ മേലെ കാല് വെച്ചിട്ട് നല്ല ഭംഗിയായിട്ട് വൃത്തി. ചിലപ്പോൾ ഉറക്കക്കുറവുണ്ടെങ്കിൽ ഫോണിൽ പാട്ടെല്ലാം കേട്ട് അങ്ങനെ അങ്ങ് ഉറങ്ങും. ചിലപ്പോൾ അമ്മ വന്നിട്ടെല്ലാം മൊബൈലെല്ലാം എടുത്ത് വെക്കും. അങ്ങനെ ഒരു സ്വീറ്റ് ഡ്രീംസ് ആണ് ആഗ്രഹിക്കുന്നത്. അങ്ങനെ കിട്ടുന്നുണ്ടോ ചോദിച്ചാൽ ഞാൻ ആക്കാൻ ശ്രമിക്കുന്നു. പിന്നെ ദേഷ്യം വരും ഉറക്കത്തിൽ വിളിച്ചു കഴിഞ്ഞാൽ. ഇനി എത്ര വലിയ ആളായാലും ഞാൻ ചിലപ്പോൾ ഷൗട്ട് ചെയ്തു എന്നെല്ലാം വരും. അങ്ങനെയൊക്കെയാണ് എൻ്റെ മൈനേറ്റ്. ഇതുവരെ ഒരാളും ചെയ്യാത്ത വീഡിയോ. പിന്നെ എൻ്റെ കിച്ചൺ, എൻ്റെ വീട്, എൻ്റെ പിന്നെ ഒരു ദിവസം ഡേ, ഒരു ദിവസം ട്രാവലിംഗ് എല്ലാം ചെയ്തിട്ടുണ്ട്. എൻ്റെ ഒരു രാത്രി എന്നുള്ളത് ഒരാളും ചെയ്തിട്ടില്ല. ഇതൊരു പുതിയ അനുഭവമായിരിക്കും. മൈനൈറ്റ് ഇന്നൊരു വിരിക്കലിലും ഒരു സഹായത്തിലും തുടങ്ങിയതാണ്, എൻ്റെ ഉറക്കത്തിലെത്തി. അപ്പോൾ എൻ്റെ ഉറക്കം ഇങ്ങനെയാണ്. ഈ ഉറക്കം എനിക്ക് നിർബന്ധമാണ്. എന്നെ ആരും ദ്രോഹിക്കുന്നത് ഇഷ്ടമല്ല. അപ്പോൾ ഒരു സ്വീറ്റ് ഡ്രീംസ്. ഗുഡ് നൈറ്റ്. സീ യു.